ഷാരോണിൻ റോജാവേ, സിയോനിൻ രാജാവേ, ഷാരോണിൻ റോജാവേ, സിയോനിൻ രാജാവേ, യേശുവേ യേശുവേ നാഥനേ നാഥനേ, ജീവന്റെ നാഥനേ, വറ്റാത്ത സ്നേഹമേ, ജീവന്റെ നാഥനേ, വറ്റാത്ത സ്നേഹമേ, ആനന്ദമേ, ഷാരോനിൻ റോജാവേ, സിയോനിൻ രാജാവേ, ഷാരോനിൻ റോജാവേ, സിയോനിൻ രാജാവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 5:23-24 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായി. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ആമേൻ. എത്രയോ അത്ഭുതകരമായൊരു വാക്യം. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. ഞാൻ വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഹാനോക്ക്. ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യന്. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞിന് ഹാനോക്ക് എന്ന പേര് പോലും ഇട്ടത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് ഈ മനുഷ്യൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ വ്യത്യാസം? ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. ശവക്കല്ലറകളുടെയും മരണത്തിൻ്റെയും അധ്യായമായിരിക്കുന്ന ഉൽപ്പത്തി 5 മരിച്ചു, അടക്കപ്പെട്ടു. അങ്ങനെ കാണുന്നൊരു അധ്യായത്തിൽ അതിൻ്റെ അകത്ത് കാണുവാണ് ദൈവത്തിലൂടെ നടന്നു, അടക്കപ്പെട്ടെന്നല്ല, എടുക്കപ്പെട്ടു. ദൈവം കൂടെ നടക്കുന്ന ഒത്തിരി പേരുണ്ട്. യോസെഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു, മോശയുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തത് ദൈവം കൂടെ എന്നല്ല, ദൈവത്തിൻ്റെ കൂടെ. ദൈവം നടക്കുന്നതിന് പുറകെ നടക്കുന്ന ഒരു മനുഷ്യൻ. എൻ്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ ദൈവത്തെ കൊണ്ടുവരികയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ നടന്നു കയറുകയാണ്. അത് സ്പിരിറ്റുവലത്തിലൊരു വലിയ ആത്മതലമാണ്. കർത്താവിന് ഈ തലമുറയിൽ കുറെ ഹാനോക്കുമാരെ വേണം ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പുറകെ നടക്കാൻ. ഇവിടെ പറയാണ് ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. വേദപുസ്തകത്തിനകത്ത് ഹാനോക്കിനെ കുറിച്ച് 3 പറയുന്നത്. ഒന്നിവിടെ, മറ്റൊന്ന് എബ്രായർ 11, മറ്റൊന്ന് യൂദയുടെ ലേഖനം. 3 ഭാഗത്തും മാത്രം പങ്കുവെക്കുന്ന ഒരു ഹാനോക്കിൻ്റെ ചരിത്രം ലോകത്തിന് ആർക്കും ഇല്ലാത്ത ചരിത്രമാണ്. നിങ്ങളെക്കുറിച്ച് കുറച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ആർക്കും ആവർത്തിക്കാൻ കഴിയാത്ത ഒരു ചരിത്രമായി നിങ്ങൾ മാറാൻ പോവുകയാണ്. നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങളോടുള്ള ഒരു ദൈവത്തിൻ്റെ ഹൃദയം പറയുകയാണ്. ഈ തലമുറയിൽ എൻ്റെ ഒരു ഹാനോക്കാകാൻ ഞാൻ നിന്നെ വിളിക്കുകയാണ്, എൻ്റെ കൂടെ നടക്കാൻ. സ്തോത്രം. മരണം കൂടാതെ എടുക്കപ്പെട്ടു പോയി. ഞാനിന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, യേശുവുമായിട്ടൊരു വലിയ ഇൻറ്റിമസി ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. സ്തോത്രം. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. അടുത്തൊരു വചനം പറയുന്നു, അവൻ സാക്ഷ്യം പ്രാപിച്ചു. വേറൊരു കാര്യം, അവൻ പ്രസാദിപ്പിച്ചു. വേറൊരു വാക്കിൽ പറയുന്നത്, അവൻ ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പ്രവചിച്ചു. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവൻ സാക്ഷ്യമുള്ളവനാവും. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവൻ പ്രസാദിപ്പിക്കുന്നവനാവും, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാവും. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവൻ പ്രവാചകനാവും. അവൻ അറിയേണ്ടത് മുഴുവൻ അറിഞ്ഞിരിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവനെ ദൈവം എടുത്തിരിക്കും. ഹല്ലേലൂയ. മരണം തൊടാൻ അനുവദിക്കത്തില്ല, ലോകം തൊടാൻ അനുവദിക്കത്തില്ല, ദൈവം എടുത്തിരിക്കും. യെസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നാച്ചുറലായിട്ടൊരു പേരുണ്ടെങ്കിലും നിങ്ങളുടെ ആത്മാവിൽ നിങ്ങളുടെ ഒരു പേര് ഹാനോക്ക് എന്നാണ്. അതൊരു വ്യക്തിയേക്കാൾ അപ്പുറം ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ്. ദൈവത്തിൻ്റെ ഈ തലമുറയുടെ ഒരു ഹാനോക്ക്.
യെസ്, ദൈവം അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ സ്റ്റൈലുകൾ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ മാറാൻ പോവുകയാണ്. നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ഒത്തിരി നടക്കാൻ പോവാണ്. ദൈവത്തിൻ്റെ ഒരു ഫ്രണ്ടായി ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. കർത്താവുമായിട്ടൊരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടായി ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. യെസ്, നമുക്ക് ആ വചനത്തെ ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയോട് കൂടെ നടക്കുന്ന ഒരു തലമുറയായി പരിശുദ്ധാത്മാവെ ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നടക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധാത്മാവ് ചില ചരിത്രമാക്കി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളിലൂടെ ദൈവശബ്ദങ്ങൾ പുറത്തു വരണമേ. യേശുവി കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവുമായി ആഴമേറിയ ഒരു ഇൻറ്റിമസി അവർക്കുണ്ടാവട്ടെ. കർത്താവെ, ദൈവവുമായി ആഴത്തിൽ ഇടപെട്ട് ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഇവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കും. ഇന്നത്തെ ദിവസം ഇവർക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഈ തിരുവചനം ഈ മക്കൾക്ക് കൊടുക്കുകയാണ്. കർത്താവെ, ഹാനോക്കിനെ പോലെ നടക്കാൻ സഹായിക്കണമേ. കർത്താവെ, പ്രശ്നങ്ങളിൽ നടക്കാൻ അനുവദിക്കരുതേ. പ്രസൻസിൽ നടക്കാൻ നീ സഹായിക്കണമേ. അനുഭവത്തിൽ നടക്കാൻ അനുവദിക്കരുതേ. ആത്മാവിൽ നടക്കാൻ അനുവദിക്കണമേ. കർത്താവെ, പ്രതിസന്ധികളിൽ നടക്കാൻ അനുവദിക്കരുതേ. മറിച്ച് കർത്താവെ, അവരെ ദൈവം ഏൽപ്പിച്ച ആ പൊസിഷനിൽ നടക്കാൻ നീ അവരെ അനുവദിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം ഇവരുടെ ലൈഫിൽ ഒരു പുതിയ തീരുമാനമുണ്ടാകണം. ഞാൻ കർത്താവിൻ്റെ കൂടെ നടക്കും, കർത്താവിൻ്റെ കൂടെ തുടരും. ഇനിയുള്ള കാലഘട്ടം ആമേൻ. കർത്താവ് ഹാനോക്കിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ് അടുത്തൊരു കാലഘട്ടം ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ വേർതിരിച്ചതുപോലെ ഇവരുടെ ആമേൻ ഒരു അടുത്ത കാലഘട്ടം ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ സഹായിക്കണമേ. 65 വർഷം അവൻ സാധാരണക്കാരനായിരുന്നെങ്കിൽ 300 വർഷം അവൻ അസാധാരണക്കാരനായിരുന്നല്ലോ. ഇവരുടെ ലൈഫിൽ അടുത്ത ഒരു ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു. അതിനാവശ്യമായ ഹെൽത്ത്, അതിനാവശ്യമായ സൗഖ്യം, അതിനാവശ്യമായ സമ്പത്ത്, അതിനാവശ്യമായ വിസ്ഡം, അതിനാവശ്യമായ സകല സാധ്യതകളും അവരുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ. അവരെ അനുഗ്രഹിക്കുന്നു. ഒന്നിനകത്തും തളർന്നും ക്ഷീണിച്ചു പോകരുത്. ഞങ്ങൾ കുടുംബമായി ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ഈ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടല്ലോ. ഇത് കേൾക്കുന്നവരാണ്. ഈ കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ ദൈവത്തിനെ അനുഗമിക്കട്ടെ. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി ദേശത്തും കുടുംബത്തും സമൂഹത്തിലും ഈ തലമുറയിലും സഭയിൽ നിൽക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ ഈ തലമുറയുടെ ഹാനോക്കാണ് നിങ്ങൾ. ദൈവത്തിൻ്റെ കൂടെ നടക്കുക, വചനത്തിൻ്റെ കൂടെ നടക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കും. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.